ചെങ്കടൽ ചരക്ക് പാതയുടെ സുരക്ഷയ്ക്ക് വേണ്ടി പുതിയ സൈനിക സഖ്യം തയ്യാറാക്കാൻ സൗദി അറേബ്യ 50 രാജ്യങ്ങളെയാണ് സഖ്യത്തിന്റെ ഭാഗമാകാൻ സൗദി ക്ഷണിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അതിൽ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ നിർണായക സമുദ്രപാതകൾക്ക് സുരക്ഷാ കവചം ഒരുക്കാനാണ് സൗദി അറേബ്യ ഈ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. 14 രാജ്യങ്ങളുടെ ബഹുരാഷ്ട്ര സമുദ്ര പ്രതിരോധ സഖ്യവും സൗദി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നിരന്തര സംഘർഷങ്ങൾ കാരണം ആഗോള കപ്പൽ ഗതാഗതം വലിയ ഭീഷണി നേരിടുകയാണ്. ഇന്ത്യക്കാരടക്കം കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കപ്പലുകൾ ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങളും നിരന്തരം ആവർത്തിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് സൗദിയുടെ ഇങ്ങനെയൊരു നീക്കം. സഖ്യ രൂപീകരണത്തിന് മുന്നോടിയായി സൗദി പ്രതിരോധ മന്ത്രാലയം വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിൽ വിവിധ രാജ്യങ്ങളിലെ സൈനിക മേധാവികളും സൗദിയിലെ യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികളും പങ്കെടുത്തു. യോഗത്തിലേക്ക് ക്ഷണിച്ച 51 രാജ്യങ്ങളിൽ 43 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു. ഇത് ഈ നീക്കത്തിന് ആഗോളതലത്തിലുള്ള പിന്തുണ വ്യക്തമാക്കുന്നു. സഖ്യത്തിന്റെ ആസ്ഥാനം സൗദി അറേബ്യയിൽ സ്ഥാപിക്കുന്നതടക്കമുള്ള ഭരണപരമായ ഘടനയും കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനങ്ങളും യോഗത്തിൽ വിലയിരുത്തി. റിയാദ് ആസ്ഥാനമായിട്ടാകും സൈനിക സഖ്യം പ്രവർത്തിക്കുക. ഇറാന്റെ പിന്തുണയുള്ള യമനിലെ ഹൂത്തികൾ ചെങ്കടലിൽ തടസ്സം സൃഷ്ടിക്കുന്നതാണ് പുതിയ സൈനിക സഖ്യം രൂപീകരിക്കാൻ സൗദിയെ പ്രേരിപ്പിച്ച വിഷയം. നിരവധി രാജ്യങ്ങളെ സൗദി ക്ഷണിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. ജൂലൈ 20 മുതൽ ചെങ്കടൽ പാത ഹൂത്തികൾ തടഞ്ഞിരിക്കുകയാണ്. സൗദിയിൽ നിന്ന് പുറപ്പെട്ട കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയും ചെയ്തു. ഹോർമുസ് പാതയ്ക്ക് പുറമെ ചെങ്കടൽ പാത കൂടി അടയുന്നത് സൗദിയെ സാമ്പത്തികമായി തകർക്കും. ഈ സാഹചര്യത്തിലാണ് സൈനിക സഖ്യം വരുന്നത്. യമനോട് ചേർന്നാണ് ബാബുൽ മന്ദിബ് കടലിടുക്ക്. ഇവിടെ ടോൾ ഏർപ്പെടുത്താൻ ഹൂത്തികൾ ആലോചിക്കുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട്. അമേരിക്ക, പാകിസ്ഥാൻ, ഈജിപ്ത്, തുർക്കി, ജിബൂത്തി, സൊമാലിയ, സുഡാൻ, യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവർക്കെല്ലാം സൗദിയുടെ ക്ഷണം പോയിട്ടുണ്ട്. ആരൊക്കെ അനുകൂലമായി പ്രതികരിക്കുമെന്ന് വ്യക്തമല്ല. എല്ലാ രാജ്യങ്ങൾക്കും സൗദി വളരെ പ്രധാനമായതിനാൽ സഹകരിച്ചേക്കുമെന്നും കരുതുന്നു. ചെങ്കടൽ തീരത്തുള്ള രാജ്യങ്ങളായ ഈജിപ്ത്, ജിബൂത്തി, സുഡാൻ എന്നിവ പുതിയ സൈനിക സഖ്യത്തിൽ ചേരാൻ തയ്യാറായി എന്ന് അൽ മോണിറ്റർ പോലുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 50 രാജ്യങ്ങളെയാണ് സഖ്യത്തിൽ ഉൾപ്പെടുത്താൻ സൗദിയുടെ തീരുമാനമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സൗദി പ്രതിരോധ മന്ത്രി പ്രിൻസ് ഖാലിദ് ബിൻ സൽമാൻ, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, വൈസ് പ്രസിഡന്റ് JD വാൻസ് എന്നിവരുമായും ചർച്ച നടത്തിയിട്ടുണ്ട്. സൗദി അറേബ്യ, കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ, പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്ത്, ജോർദാൻ, യമൻ, ബംഗ്ലാദേശ്, നൈജീരിയ, സുഡാൻ, ജിബൂട്ടി, സൊമാലിയ എന്നീ 14 രാജ്യങ്ങളിലെ സമുദ്ര പ്രതിരോധ സഖ്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് സംയുക്ത പ്രസ്താവനയും പുറത്തിറക്കിയിട്ടുണ്ട്. ഒമാൻ, UAE എന്നീ അറബ് രാജ്യങ്ങൾ ഈ സഖ്യത്തിന്റെ ഭാഗമായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അതേസമയം സഖ്യത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്ന മറ്റു രാജ്യങ്ങൾക്കായി വാതിൽ തുറന്നിട്ടിരിക്കുകയാണെന്നാണ് സൗദി അറേബ്യ വ്യക്തമാക്കിയിരിക്കുന്നത്. US ഇറാൻ സംഘർഷത്തെ തുടർന്ന് ഹോർമുസ് കടലിടുക്ക് മാസങ്ങളായി അടച്ചിട്ടിരിക്കുകയാണ്. ചെങ്കടലിൽ ഹൂത്തി ആക്രമണം രൂക്ഷമായതോടെ നിരവധി ഷിപ്പിംഗ് കമ്പനികൾ സൂയസ് കനാൽ ഒഴിവാക്കി ആഫ്രിക്കയുടെ തെക്കേ അറ്റമായ ഗുഡ് ഹോപ്പ് മുനം ചുറ്റിയുള്ള ദീർഘദൂര യാത്രയാണ് തിരഞ്ഞെടുക്കുന്നത്. ഇതോടെ ചരക്ക് നീക്കത്തിന് 10 മുതൽ 15 ദിവസം വരെ അധിക സമയം വേണ്ടിവരികയും ചിലവ് വൻതോതിൽ ഉയരുകയും ചെയ്യുന്നു. സൗദിക്കും യമനും ഇടയിലാണ് ചെങ്കടൽ. ഒരു ഭാഗത്ത് ഈജിപ്ത്, സുഡാൻ, എരിത്രിയ, ജിബൂത്തി എന്നീ രാജ്യങ്ങളുണ്ട്. മറുഭാഗത്ത് സൊമാലിയയും. ലോകത്തെ കടൽ ചരക്കുകളുടെ 30% പോകുന്നതും ഇതിലൂടെയാണ്. ചെങ്കടലിലെ ഏദൻ ഉൾക്കടലുമായും ഇന്ത്യൻ മഹാസമുദ്രവുമായി ബന്ധിപ്പിക്കുന്നതും ബാബുൽ മന്ദിബ് കടലിടുക്കാണ്. GCC രാജ്യങ്ങളുടെ എണ്ണ കയറ്റുമതി ഈ കടലിടുക്ക് വഴിയാണ്. ചെങ്കടലിലേക്കുള്ള 2 കവാടങ്ങളിൽ ഒന്നാണ് ബാബുൽ മന്ദിബ്, മറ്റൊന്ന് സൂയസ് കനാലാണ്. ബാബുൽ മന്ദിബാണ് ഹൂത്തികൾ ഉപരോധിക്കുന്നത്. 29 കിലോമീറ്റർ മാത്രം വീതിയുള്ള കടൽപാതയാണ് ബാബുൽ മന്ദിബ്. 2014 മുതൽ യമനിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഹൂത്തികളുടെ നിയന്ത്രണത്തിലാണ്. അന്ന് മുതൽ സൗദി അറേബ്യ യമനെതിരെ ഉപരോധം ചുമത്തിയിട്ടുണ്ട്. യമനിലേക്ക് വിദേശത്തു നിന്ന് വിമാനങ്ങൾ എത്തുന്നതും സൗദി തടയുന്നതും പതിവാണ്. അടുത്തിടെ ഇറാനിൽ നിന്ന് വന്ന വിമാനം സൗദി തടഞ്ഞതാണ് പുതിയ വിവാദങ്ങൾക്ക് കാരണം. തുടർന്ന് സൗദിക്കെതിരെ ഹൂത്തികൾ ആക്രമണം നടത്തുകയും ചെങ്കടലിൽ ഉപരോധം പ്രഖ്യാപിക്കുകയുമായിരുന്നു. സൗദിയുടെ ക്ഷണം സ്വീകരിച്ച് എല്ലാ രാജ്യങ്ങളും സൈനികരെ അയച്ചാൽ ചെങ്കടൽ വീണ്ടും യുദ്ധമേഖലയാകും.
ഹൂത്തികളെ രക്ഷിക്കാൻ ഇറാൻ ഇടപെട്ടേക്കും. ഇറാഖിലെ സായുധ സംഘങ്ങളും ഭാഗമാകും. ഇത് വലിയ പോരിന് കാരണമായേക്കും. ഏതായാലും ഹൂത്തികളെ 4 ഭാഗത്തു നിന്ന് വളയാൻ വേണ്ടി കൂടിയാണ് സൗദി ഇത്തരത്തിലൊരു സഖ്യത്തിനായിട്ട് ഇപ്പോൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഇനി സംരക്ഷിക്കപ്പെടുന്ന സമുദ്രപാതകൾ ഇതൊക്കെയാണ്. ഹോർമസ് കടലിടുക്ക്. ലോകത്തിലെ സമുദ്രമാർഗമുള്ള ഇന്ധന കയറ്റുമതിയുടെ 5-1 ഈ പാതയിലൂടെയാണ് കടന്നു പോകുന്നത്. സൗദി അറേബ്യ, UAE, കുവൈറ്റ്, ഇറാഖ്, ഖത്തർ എന്നിവിടങ്ങളിൽ നിന്നുള്ള എണ്ണയും ദ്രവീകൃത പ്രകൃതിവാതകവും പ്രധാനമായും ഈ വഴിയാണ് അന്താരാഷ്ട്ര വിപണിയിലെത്തുന്നത്. 2. ചെങ്കടൽ. യൂറോപ്പിലെയും ഏഷ്യയെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്ര വ്യാപാര മേഖല. പ്രതിവർഷം ആയിരക്കണക്കിന് ചരക്ക് കപ്പലുകൾ ഇതുവഴി സഞ്ചരിക്കുന്നു. അടുത്തത് ബാബ് അൽ മന്ദബ് കടലിടുക്ക്. ചെങ്കടലിനെയും ഏദൻ ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്ന ഈ ഇടുങ്ങിയ പാത ആഗോള വ്യാപാരത്തിന്റെ സുപ്രധാന കേന്ദ്രമാണ്. ഇവിടെ ചെറിയ തടസ്സമുണ്ടായാലും അന്താരാഷ്ട്ര ചരക്ക് നീക്കത്തെ നേരിട്ട് ബാധിക്കും. കഴിഞ്ഞ ജൂലൈ 20 ചെങ്കടലിൽ സൗദി അറേബ്യയ്ക്ക് നേരെ കടൽ മാർഗമുള്ള ഉപരോധം ഏർപ്പെടുത്തുമെന്നും ഹൂത്തികൾ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെ സൗദിയുമായി ബന്ധപ്പെട്ട കപ്പലുകൾക്ക് നേരെ നിരവധി ആക്രമണങ്ങൾ നടന്നു. അതിന് മറുപടിയായി യമനിലെ ഹൊദൈദയിലുള്ള ഹൂത്തി സൈനിക താവളങ്ങൾക്ക് നേരെയും സൗദി വ്യോമാക്രമണം നടത്തിയിരുന്നു. എണ്ണ വിതരണത്തിലേറെ നിർണായകമായ ബാബ് അൽ മന്ദബ് കടലിടുക്കിലെ സംഘർഷങ്ങൾ ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വില വർധനവിനും കാരണമായിട്ടുണ്ട്. 2024 യൂറോപ്യൻ യൂണിയനും ചെങ്കടലിൽ കപ്പൽ ഗതാഗതം സംരക്ഷിക്കാൻ പ്രത്യേക നാവിക ദൗത്യം ആരംഭിച്ചിരുന്നു. ഏതായാലും ഇപ്പോൾ സൗദിയുടെ നീക്കം ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ്. തങ്ങളുടെ സുരക്ഷയും ഒപ്പം ഹൂത്തികളെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു നീക്കം കൂടിയാണ് സൗദി ഇപ്പോൾ ഏകദേശം 50ഓളം രാജ്യങ്ങളെ തങ്ങളുമായി സഖ്യത്തിൽ ഏർപ്പെടാനായിട്ട് ക്ഷണിച്ചിരിക്കുന്നത്. ഇതിൽ ഏതൊക്കെ രാജ്യങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ സൗദിക്കൊപ്പം ചേർന്ന് യുദ്ധമുഖത്തേക്ക് എത്തും എന്നുള്ളതും ഒരു ആകാംക്ഷ നിറഞ്ഞതാണ്. ഒപ്പം തന്നെ അത്തരത്തിലൊരു സഖ്യവുമായിട്ട് സൗദി മുൻപോട്ട് വന്നു കഴിഞ്ഞാൽ ഇറാനും തങ്ങളുടെ ശക്തി ഇരട്ടിയാക്കി സൗദിക്ക് നേരെയുള്ള ഒരു ആക്രമണം അഴിച്ചുവിടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഏതായാലും നിലവിലെ സ്ഥിതി വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ പശ്ചിമേഷ്യ വീണ്ടും യുദ്ധ കലുഷിതമാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്.